സർക്കാർ ജീവനക്കാരുടെ സ്ഥലം മാറ്റത്തിൽ നിയമസഭയിൽ ഭരണപ്രതിപക്ഷ പോര്. വകുപ്പ് മേധാവിമാരെ ഭീഷണിപ്പെടുത്തി സ്ഥലം മാറ്റ ഉത്തരവിറക്കിയെന്നും ഇങ്ങനെയെങ്കിൽ പവർ ബ്രോക്കർമാരും ദല്ലാളന്മാരും അധികാരം സ്ഥാപിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. സ്ഥലം മാറ്റ വിഷയം സഭയിൽ ഉന്നയിച്ച CPM അംഗം വി ജോയി മന്ത്രി സണ്ണി ജോസഫിന്റെ ബന്ധുവിനെ പേഴ്സണൽ സ്റ്റാഫായി നിയമിച്ചെന്നും ആരോപിച്ചു. കേരളത്തിലെ ഒരു മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി അളിയനെ നിയമിക്കുകയാണ് നിങ്ങൾ. ഇതെന്ത് നാടാണിത്? ഇവിടെ എന്തെല്ലാം കോലാഹലം നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോ ബന്ധു നിയമനം നടത്തുകയാണ്. നിങ്ങൾ ഈ പാവപ്പെട്ട ആളുകളെ വഴിയാധാരമായി തെക്കും വടക്കും അടിച്ച് ബന്ധുക്കൾക്ക് നേരെ മന്ത്രി ഓഫീസിൽ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി അടക്കം ബന്ധു നിയമനം നടക്കുന്ന തലത്തിലേക്ക് നിങ്ങൾ മാറുകയാണ്. ചില സ്ഥാപിത താല്പര്യക്കാരെ അഴിഞ്ഞാടാൻ വിട്ടാൽ എങ്ങനെയാണ് ജനതാല്പര്യം സംരക്ഷിക്കാനാവുക? ഈ രീതിയാണ് തുടരാൻ പോകുന്നതെങ്കിൽ കാണേണ്ടത് അധികാരത്തിൻ്റെ ഇടനാഴികളിൽ പവർ ബ്രോക്കർമാരും ദല്ലാളന്മാരും അധികാരം സ്ഥാപിച്ച് ആധിപത്യം സ്ഥാപിച്ച് വലിയ തോതിലുള്ള അഴിമതിക്ക് വഴിയൊരുക്കുമെന്നതാണ്. അതേസമയം ഭരണ നിർവഹണത്തിന് വേണ്ടിയുള്ള സ്ഥലമാറ്റം മാത്രമാണ് നടത്തിയതെന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി സണ്ണി ജോസഫ് മറുപടി പറഞ്ഞു. എന്ന ബന്ധു നിയമനത്തിന്ന ആരോപണത്തിൽ മന്ത്രി പക്ഷേ മറുപടി പറഞ്ഞില്ല. 25/2/2017 സർക്കാർ ഉത്തരവ് നമ്പർ 3 വ്യവസ്ഥകൾക്ക് വിധേയമായാണ് നടപ്പിലാക്കി വരുന്നത്. സംസ്ഥാനത്ത് പുതിയ സർക്കാർ അധികാരമേറ്റതിനെ തുടർന്ന് ഭരണപരമായ സൗകര്യാർത്ഥം നടക്കുന്ന സ്വാഭാവിക സ്ഥലം മാറ്റങ്ങളും റിട്ടയർമെന്റ് മൂലമുള്ള മാറ്റങ്ങളും മാത്രമാണ് നടത്തിയിട്ടുള്ളത്. ജീവനക്കാരുടെ മനോവീര്യം തകർക്കുന്ന രീതിയിലോ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലോ യാതൊരു നടപടിയും ഈ സർക്കാർ സ്വീകരിച്ചിട്ടില്ല. സർക്കാർ സേവനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ഭരണക്രമം സുഗമമാക്കുന്നതിനുമുള്ള നടപടികൾ മാത്രമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഏതെങ്കിലും ജീവനക്കാർക്ക് ഇക്കാര്യത്തിൽ പരാതികളുള്ള പക്ഷം ആയത് അനുഭാവപൂർവ്വം പരിഗണിച്ച് പരിഹാരമുണ്ടാക്കുന്നതിന് സർക്കാർ തയ്യാറാണെന്ന കാര്യവും സഭയെ അറിയിക്കുന്നു. അതിനാൽ സാർ, ഈ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ഗൗരവമുള്ളതല്ല. ഭരണ നിർവഹണത്തിന് വേണ്ടിയുള്ള സ്ഥലമാറ്റം മാത്രമാണ് നടത്തിയതെന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി സണ്ണി ജോസഫ് മറുപടി പറഞ്ഞു. എന്നാൽ ബന്ധു നിയമനമെന്ന ആരോപണത്തിൽ മന്ത്രി മറുപടി പറഞ്ഞില്ല. സ്ഥലമാറ്റം അടിയന്തര പ്രമേയമായ വിഷയം ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷ ആവശ്യം സർക്കാർ അംഗീകരിച്ചില്ല. പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി. തുടർച്ചയായ 16-ാം നിയമസഭയുടെ ആദ്യ 2 അടിയന്തര പ്രമേയങ്ങൾ രണ്ടും അവതരണാനുമതി നിഷേധിക്കപ്പെട്ടു. പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.